തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഹാജരായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന കോടതി പറഞ്ഞത്. മാത്രമല്ല കേരള കേസുകളും മറ്റുള്ള കേസുകളുമായിട്ട് വ്യത്യാസമുണ്ടെന്നും ഇന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് കേരള കേസുകൾ മാത്രമാണ് 26-ന് പരിഗണിക്കുകയുള്ളൂ, ബാക്കിയുള്ള കേസുകളെല്ലാം ഡിസംബർ 1-ാമത്തെ ആഴ്ചയെ പരിഗണിക്കുകയുള്ളൂ എന്നും കോടതി പറഞ്ഞു. അപ്പോൾ കേരളത്തിന്റെ കേസ് ഒരു വേറിട്ട കേസാണ്, വ്യത്യസ്ത കേസാണ് എന്നുള്ളതും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഹാജരാവാത്തത് കൊണ്ട് ഇടക്കാല ഉത്തരവുകൾ ഇന്ന് പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം, അതായത് ഏറ്റവും അടുത്ത ദിവസം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് 26-ാം തീയതിക്ക് വെച്ചിരിക്കുന്നത്. അല്ലെ, ഇന്നിപ്പോൾ ഉന്നയിക്കാത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേൾക്കാതെ കോടതിക്കൊന്നും ചെയ്യാൻ ഒരു ഇടക്കാല ഉത്തരവും പാസ്സാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന് കോടതി നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഒക്കെ ആയിട്ട് നമ്മളുടെ ഹർജികൾ സർവ് ചെയ്തതാണ്. ഇന്ന് കേസ് വരുമെന്ന് അവരടുത്ത് പറഞ്ഞതുമാണ്, ഇമെയിൽ കൂടി പറഞ്ഞതാണ്. ഞാനിപ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അദ്ദേഹത്തിന്റെ മെയിലിൽ അയക്കുകയും ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ നിന്ന് വിട്ടുനിന്നത് തന്നെയാണ്, മാറി നിന്നത് തന്നെയായിരിക്കും. കാരണം ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പെറ്റീഷൻ ഉത്തരം പറയേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും ഇടക്കാല ഉത്തരവ് വന്നാലോ എന്നുള്ള ചിലപ്പോൾ ഒരു തോന്നൽ നിന്നാകാം ഒരു 4 ദിവസം 5 ദിവസം കൂടിയാണ് ഡിലേ വരികയാണെങ്കിൽ അത്രയും കൂടി അവർക്ക് ഡിലേ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാദം ഉന്നയിക്കാം എന്നുള്ള ഒരു സംഗതിയും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഉണ്ടാകാം. അതിന്റെ ബേസിസിലാകാം ഇന്ന് അവർ ഹാജരാകാതിരുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ ബോഡി എന്നുള്ള രീതിയിൽ ഒരു പെറ്റീഷൻ ഇവിടെ വരുമ്പോൾ അത് നമ്മൾ സർവ് ചെയ്യുമ്പോൾ അവരവരുടെ വക്കീലിനെ ഇൻസ്ട്രക്ട് ചെയ്തിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കോടതിയെടുത്ത് പറയേണ്ടതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി 2ാം തീയതി സർവ് ചെയ്തിട്ട് 26-ാം തീയതി അവരുടെ വാദം കൂടി കേട്ടതിന് ശേഷം എന്താണ് ഇടക്കാല ഉത്തരവാണോ എന്താണ് പാസ് ചെയ്യേണ്ടതെന്നുള്ളത് അന്ന് കോടതി പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും 26-ന് ഇടക്കാല ഉത്തരവിന് വേണ്ടിയിട്ടുള്ളൊരു വാദം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ശ്രീ കപിൽ സിബലും അത് തന്നെ പറഞ്ഞു. ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാനത്തെ തീയതി. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലുള്ള അർജൻസി എന്ന് പറഞ്ഞപ്പോഴാണ് കോടതി പറഞ്ഞത് നിങ്ങളുടെ കേസ് മാത്രമാണ് 26-ന് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള കേസുകളെല്ലാം ഡിസംബറിലേക്ക് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കോടതിക്ക് ആ ഒരു അർജൻസി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അല്ല, നമുക്ക് ഈ കോടതിയുടെ പ്രതീക്ഷ നൽകുന്നതിനേക്കാളും കൂടുതൽ ഇത് നമ്മൾ ഒരു നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പുറത്തെ സൈഡിലുള്ളത്. അവരെ കേൾക്കാതെ അവർ നടത്തുന്ന മറ്റേ ഈ SIR എന്ന് പറയുന്ന ഈ പ്രോസസ്സ് മാറ്റിവെക്കുക എന്ന് പറയുന്നത് കോടതിയെ സംബന്ധിച്ചത് നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇവിടെ വരണം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിലപാട് എന്താണെന്ന് അറിയണം. അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ കോടതിക്ക് ഒരു ഉത്തരവ് പാസ്സാക്കാൻ പറ്റുകയുള്ളൂ. ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ബുധനാഴ്ചത്തേക്ക് വെച്ചിരിക്കുന്നത്. ബീഹാറിന്റെ SIR കേസ് നേരത്തെ സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ ഒരു ഘട്ടത്തിലും SIRന്റെ നടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോയിട്ടില്ല. അപ്പോൾ ഈ കേസിലും ആ ഒരു തീരുമാനം തന്നെയല്ലേ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകാൻ സാധിക്കും? അല്ല, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ കേസ്, അതായത് കേരള കേസ് മറ്റുള്ള കേസുകളുമായിട്ട് ഒരു വ്യത്യസ്തത പുലർത്തുന്ന കേസാണെന്ന് കോടതി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ആ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അതായിരിക്കും അവർ ഒരു വ്യത്യാസമായിട്ട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇത് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് നാം ഇപ്പോൾ. ഇതൊരു വിശദമായി വാദം കേൾക്കേണ്ട കേസായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ സമയം എടുക്കില്ലേ? ഇപ്പോൾ SIRന്റെ പ്രോസസ്സ് ഏതാണ്ട് പകുതി കഴിഞ്ഞു കേരളത്തിൽ. നമ്മൾ ആദ്യം ഇടക്കാല ഉത്തരവിൽ വാദം ഉന്നയിച്ചതിന് ശേഷം ഇടക്കാല ഉത്തരവ് എന്തെങ്കിലും വന്നതിന് ശേഷം പിന്നെ അന്തിമവാദം നടത്തി അന്തിമമായിട്ടുള്ള ഉത്തരവ് മേടിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമ്മളിപ്പോൾ കണക്കാക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.